വെൽക്കം ബാക്ക് ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടിലൻ ഇഫ്താർ വിഭവമാണ് എഗ് കബാബ്. ഇതിൻ്റെ റെസിപ്പി ഇപ്രാവശ്യത്തെ വനിതയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വലിയ 4 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അല്പം ഉപ്പും മഞ്ഞളും ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ പുഴുങ്ങിയ മുട്ട വേണം. അരമുറി തേങ്ങായും 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും ചേർത്ത് അരച്ച തേങ്ങാ ചമ്മന്തി വേണം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും ഒരു മുട്ടയും. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഞാൻ വീട്ടിൽ തന്നെ ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ടൊന്ന് നന്നായി പൊടിച്ച് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്തതാണ്. അങ്ങനെയാണ് ഞാൻ സാധാരണ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മുട്ട എടുത്തിട്ട് 4ആയി ഭാഗിക്കാം. എന്നിട്ട് ആ മുട്ട തേങ്ങാ ചമ്മന്തിയിലൊന്ന് പൊതിഞ്ഞെടുക്കണം. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ എന്ന പ്രത്യേകതയാണ് ഞാൻ ഈ റെസിപ്പി തിരഞ്ഞെടുക്കാൻ കാരണം. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ സാധനമൊക്കെ കിട്ടാൻ വലിയ പാടാണ്. പ്രത്യേകിച്ച് ട്രിപ്പിൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് കിടക്കുന്ന കണ്ണൂർ പോലെയുള്ള ജില്ലയിലൊക്കെ. അതേപോലെ തന്നെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്നുകൂടി ഈ സാധനം കോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ തേങ്ങാ ചമ്മന്തിയും ഉരുളക്കിഴങ്ങും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് മുട്ട വെച്ച് കൊടുത്താലും മതി. ഇങ്ങനെ നമ്മൾ എല്ലാ ഉരുളകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പൊട്ടിച്ചൊഴിച്ച് വെച്ച മുട്ടയെടുത്ത് ഒന്നടിച്ച് അതിലേക്ക് ഈ ഉരുളകൾ ഓരോന്നായി മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തിളക്കുന്ന എണ്ണയിലിട്ട് ഇതൊക്കെ വറുത്ത് കോരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.